പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ അതിഥിയായി പങ്കെടുക്കുന്നത് ഗായകനും യോഗ പരിശീലകനുമായ ആനന്ദ് നാരായൺ. സ്റ്റുഡിയോയിൽ ഒപ്പം മനേഷ് MP. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ എൻ്റെ പ്രിയഗാനങ്ങളുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ അന്തർദേശീയ യോഗ ദിനം. ഇന്ന് നമ്മോടൊപ്പമുള്ള ഒരു അതിഥി ഒരു യോഗ പരിശീലകൻ മാത്രമല്ല, ഹാപ്പിനെസ് പ്രോജക്റ്റിൻ്റെ മൊത്തത്തിൽ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന ഒരാളാണ്. മാത്രമല്ല ഒരു പാട്ടുകാരൻ കൂടിയാണ്. അങ്ങനെ ഇനി എണ്ണി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഇതെല്ലാം അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ശ്രീ ആനന്ദ് നാരായണനാണ് ഇന്നത്തെ അതിഥി. സ്വാഗതം. താങ്ക് യു മനീഷ്. ഒരുപാട് സന്തോഷം. ഒരുപാട് കേട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരു മാധ്യമത്തിൽ വീണ്ടും വരാൻ സാധിച്ചതിൽ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തായിരിക്കും ഞാൻ ഇതിനു മുമ്പ് റിയാലിറ്റി ഷോയിലുകൾ പങ്കെടുത്ത സമയത്തായിരുന്നു ഞാൻ പണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അഭിമാനം തോന്നുന്നു വീണ്ടും വരാൻ പറ്റിയതിൽ, പ്രത്യേകിച്ച് യോഗ എന്ന ഒരു കാരണം കൊണ്ട്. തീർച്ചയായും. ഇപ്പോൾ നമുക്ക് യോഗയിലേക്ക് വരുന്നതിന് മുന്നേ പാട്ടിലായിരുന്നല്ലോ തുടക്കം. ഒരുപക്ഷെ ആകാശവാണിയിലേക്ക് എത്തുന്നതും പാട്ടുകൊണ്ടാണ്. ആ സമയത്ത് പാട്ട് ഇപ്പോഴും തുടരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ യോഗയുമായി ബന്ധപ്പെട്ട വേദികളിലും താങ്കൾ അതുമായി ഉൾച്ചേർത്താണ് താങ്കളുടെ സെഷൻസ് താങ്കൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ പാട്ട് എത്രമാത്രം ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം എങ്ങനെ തുടർന്നു വന്നു എന്നൊക്കെ നമുക്ക് സംസാരിച്ചുകൊണ്ട് തുടങ്ങാം. തീർച്ചയായിട്ടും. അപ്പോൾ പാട്ട് ഞാൻ എൻ്റെ അയൽവാസി പഠിക്കാൻ പോയ പാട്ട് ക്ലാസ്സിൽ വെറുതെ പോയിരുന്നാണ് എൻ്റെ കുട്ടിക്കാലത്ത്. അപ്പോൾ എന്നിട്ട് ഞാൻ തുടർന്നു, ആ കുട്ടി നിർത്തി. അങ്ങനെയാണ് എൻ്റെ പാട്ട് ജീവിതം. വളരെ യാദൃശ്ചികമായിട്ടാണ് പാട്ട് പഠിക്കാൻ തുടങ്ങിയത്. കുട്ടിക്കാലത്തൊക്കെ എനിക്ക് കുറച്ച് മടിയായിരുന്നു. അങ്ങനെ പാട്ടിൽ എനിക്കൊരു കുറ്റബോധമുള്ള പണ്ട് ഞാൻ അത്രയുമൊന്നും മനസ്സ് ഇരുത്തിയിരുന്നില്ല സംഗീതം അഭ്യസിക്കാനായിട്ട്. പക്ഷേ കുറച്ചൊക്കെ ഞാൻ പണ്ട് പഠിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് എനിക്ക് പിന്നീട് സ്കൂളിലും ഒക്കെ എനിക്ക് എപ്പോഴും പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. എല്ലാതരം മത്സരങ്ങൾക്കും. പാട്ടിൽ മാത്രമല്ല എല്ലാത്തിലും പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് മാസ്റ്റർ ഓഫ് നൺ എന്നൊക്കെ പറയുന്ന പോലെ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. എന്നിട്ട് അങ്ങനെ റിയാലിറ്റി ഷോകളിൽ ഇടം കിട്ടി. ഏകദേശം എല്ലാ ചാനലുകളിലും അങ്ങനെ മത്സരിച്ച്. അതെ, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം റിയാലിറ്റി ഷോകൾ ഒരുപാട് വരുന്ന ഒരു കാലം കൂടിയായിരുന്നു. താങ്കൾ ഒരുപക്ഷെ ഒരു 10 വർഷം മുമ്പുള്ള ടെലിവിഷൻ ചാനലുകളിലെ എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖം കൂടിയാണ് താങ്കളുടേത്. മത്സരാർത്ഥിയായി വന്നു, അവതാരകനായി. അതും പാട്ട് പരിപാടികളുടെ മാത്രമല്ല ഡാൻസ് പരിപാടികളുടെയും അവതാരകനായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്വിച്ച് ചെയ്തുകൊണ്ടിരുന്നത് എന്തെങ്കിലും പ്ലാനാ, അതോ അങ്ങനെ കിട്ടിയതൊക്കെ ചെയ്തു? നേരത്തെ പറഞ്ഞ പോലെ ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നുള്ള രീതിയിലാണോ? അതെ, സത്യം. എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ ഒരു പ്രശ്നം. ഞാൻ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം എല്ലാം എനിക്ക് ചെയ്യണം എന്ന ആഗ്രഹമാണ്. എല്ലാത്തിലൊന്നും അങ്ങനെ പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷെ എല്ലാം ചെയ്യണം. എന്തിലൊക്കെ എനിക്ക് ആഗ്രഹം തോന്നുന്നു, എന്തിലൊക്കെ കുറച്ചെങ്കിലും കഴിവ് എനിക്ക് തോന്നിയിട്ടുള്ളൂ, അതെല്ലാം പരീക്ഷിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ അങ്ങനെ സ്കൂളിലൊക്കെ സ്ഥിരം അസംബ്ലിയിലും അതുപോലെയൊക്കെ ഞാൻ പ്രസംഗിക്കാറുണ്ടായിരുന്നു, ആങ്കർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എന്നിട്ട് മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന സമയത്ത് മറ്റൊരു ഷോയുടെ പ്രൊഡ്യൂസർ ഞാനിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഇവൻ കൊള്ളാലോ, ഇവൻ കുറച്ച് അധിക പ്രസംഗിയാണല്ലോ എന്ന് കണ്ടിട്ട് ഒരു ഇതുമില്ലാതെ അങ്ങ് എന്നെ എടുക്കുമായിരുന്നു. ഒരു ഷോയിലെ പാർട്ടിസിപ്പൻറ്റിൽ നിന്ന് മറ്റേ ഷോയിലെ ഒരു അവതാരകനായിട്ട് വളരെ സീംലെസ് ആയിട്ട് അങ്ങനെ പോയി. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ രണ്ടും ഒരുമിച്ചാണ് മിക്കവാറും സ്റ്റേജുകളിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഓക്കെ, ഇത്രയും നല്ലൊരു പാട്ടുകാരനെ അടുത്ത് കിട്ടിയിട്ട് രണ്ടുപേരും മൂളിച്ചില്ലെങ്കിൽ മിക്കവാറും ശ്രോതാക്കൾ എന്നെ കൈകാര്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇപ്പം എന്തായിരിക്കും ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ടുപേരി? എനിക്ക് ഒരുപക്ഷെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടിലൊന്ന് എനിക്ക് പാടാൻ അവസരം കിട്ടിയ ഒരു പാട്ട് തന്നെയാണ് ഓർക്കുക വല്ലപ്പോഴും എന്ന് പറഞ്ഞ സിനിമയിൽ. എം ജയചന്ദ്രൻ സാർ ആയിരുന്നു അന്ന് നമ്മുടെ ഒരു ഷോയുടെ ജഡ്ജ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ട് തന്നു. അതും നല്ലൊരു സിനിമയിലെ നല്ല ശില്പികൾ ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, എം ജയചന്ദ്രന്റെ സംഗീതം. താങ്കളും രാജലക്ഷ്മിയുമാണ് ഒപ്പം പാടിയ ഒരു ഡ്യുവറ്റാണ്. രണ്ടുപേരും കേട്ടിട്ട് നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി കേൾപ്പിക്കാം. തീർച്ചയായിട്ടും. വെള്ളിവള കിലുക്കണ പുഴയരികിൽ മെല്ലെ തുള്ളി തുള്ളി നടക്കണ മുയൽ കുറുന്നേ, പൊന്നൊരുക്കി വിളക്കി നിൻ മണിക്കഴുത്തിൽ കൊച്ചു കുന്നിമണി പളുങ്കിൻ്റെ മാലയിടാം, മിന്നായം മിന്നും മീൻ പിടിക്കാം, കണ്ണാടിക്കൂട്ടിൽ താമസിക്കാം, കുഞ്ഞാടുകൾ കുളിരുന്നൊരി മഞ്ഞു കൂടാരമാണെൻ്റെ കുഞ്ഞാങ്കിളി, നല്ല മാമ്പൂ നല്ല മാമ്പൂ പാടം പൂത്തെടി പെണ്ണെ, കുഞ്ഞു മഞ്ഞ കിളിക്കണ്ണേ, കണ്ണാരേ മഞ്ഞണിഞ്ഞ മാൻ കുറുന്നേ. നമുക്ക് പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. താങ്കൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ നോക്കുകയാണെങ്കിൽ എല്ലാം വളരെ എനർജറ്റിക് ആയിട്ടുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ ഒരു ഇൻട്രോ സോങ് പോലത്തെ പാട്ടുകളൊക്കെയാണ് മറ്റു പാട്ടുകൾ പാടിയിരിക്കുന്നതെല്ലാം തന്നെ. ആ പാട്ടിലൊക്കെ ഉള്ളൊരു പൊതു സ്വഭാവം അങ്ങനെയായത് എന്തുകൊണ്ടായിരിക്കാം? മൊത്തത്തിലൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ്. എനിക്ക് കേൾക്കാൻ ഏറ്റവും ഇഷ്ടം സോഫ്റ്റ് മെലഡീസാണ്. നല്ല മെലഡീസ് തന്നെയാണ്, പ്രത്യേകിച്ച് ആ 80s 90s സമയത്തെ മെലഡീസ് തന്നെയാണ്.
സ്റ്റേജിൽ എനിക്ക് പാടാൻ കൂടുതൽ കഴിവുള്ളത് ഫാസ്റ്റ് സോങ്സ് ആണ് മറ്റ് ഗായകരെ അപേക്ഷിച്ചിട്ട്. കാര്യം ഞാൻ കുറച്ച് പെർഫോമൻസ് ആസ്പെക്റ്റും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ട് പാടുന്നതാണ്. മെലഡി സിംഗേഴ്സിൽ എന്നെക്കാട്ടിയും പാടുന്നവരാണ് ഒരുപാട് പേര് എൻ്റെ കൂടെയൊക്കെ മത്സരിച്ചവരൊക്കെ. എനിക്ക് അതിലൊരു വഴി തിരിഞ്ഞു കിട്ടിയോണ്ട് ഞാൻ കൂടുതൽ അടിപൊളി പാട്ട് പാടി ഡാൻസ് കളിച്ച് ആൾക്കാരെ കൈയടിപ്പിച്ച് പാടുന്ന രീതിയാക്കി പോയി. ഇതിനിടയിൽ ബെസ്റ്റ് ആക്ടറിലെ ഒരു പാട്ടിൽ വേണ്ടിയിട്ട് കുറച്ച് റാപ്പ് പോർഷനൊക്കെ എഴുതുക. അതെ എഴുതുകയും ചെയ്തു. അത് ബിജുവാൽ സാർ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഇത് എഴുതും കൂടി ചെയ്യാമോ എന്ന് ചോദിച്ചു. എഴുതാൻ ഒരു താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ എഴുതി നോക്കി. അത് ബാക്കി സന്തോഷ് ഓർമ്മയുടെ മറ്റു വരികളും ഒരു റാപ്പ് മോഡലുള്ള വരികളാണ്, അല്ല ഇംഗ്ലീഷ് റാപ്പാണ് താങ്കൾ എഴുതിയത്. കറക്റ്റ്. അതെങ്ങനെയുണ്ട്? അത് കുറച്ച് ടഫായിരുന്നു. അങ്ങനെ ഒരു ഇൻവിറ്റേഷൻ കിട്ടുമ്പോഴത്തേക്ക് എന്നെ കൊണ്ട് പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ എളുപ്പം അത് എനിക്ക് വരികളൊക്കെ വന്നു. പിന്നെ അതിനുശേഷം എനിക്ക് അത് അങ്ങോട്ട് കൂടുതൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നെയും എനിക്ക് എഴുതണം എന്നൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ നടന്നില്ല. അപ്പോൾ അതാണ് പാകമുള്ളൊരിത്. പക്ഷേ വളരെ എളുപ്പം എഴുതാൻ പറ്റി. ഇതിനിടയിലാണ് എപ്പോഴും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ഭാഗമായിട്ട് യോഗയിലേക്ക് വരുന്നത്. എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് ആണ് എനിക്ക് സൈനസൈറ്റിസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ കസിൻ എന്നോട് പറഞ്ഞത് പ്രാണായാമങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു യോഗ ക്ലാസ്സിലേക്ക് പോകുന്നത്. അതിനുശേഷം സൈനസൈറ്റിസ് മാറിയെന്ന് മാത്രമല്ല, എൻ്റെ മൊത്തത്തിലുള്ള ഒരു ആരോഗ്യം, കോൺഫിഡൻസ് ലെവൽ, സ്ട്രെസ് ലെവൽസ്, എൻ്റെ റിലേഷൻഷിപ്സ് എല്ലാത്തിലും അതിൻ്റെ വ്യത്യാസം കാണാൻ തുടങ്ങി. പിന്നെ അതിനുശേഷം തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ എത്ര 23 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പിന്നെ ഒരു 8-10 വർഷം മുമ്പ് ഞാൻ യോഗ ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തു. അങ്ങനെ പലതരം ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് അതിൻ്റെ അപ്ഗ്രേഡ്സ് ഒക്കെ ചെയ്ത് സർട്ടിഫിക്കേഷൻസ് എടുക്കാൻ തുടങ്ങി. അപ്പം മിനിസ്ട്രി ഓഫ് ആയുഷിൻ്റെയും NSDCയുടെയും 2 സ്ഥാപനങ്ങളുടെയും സർട്ടിഫിക്കേഷൻസ് കിട്ടിയ തെന്നിന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ടീച്ചേഴ്സിൽ ഒരാളായിരിക്കും ഞാൻ. ഈ സ്കിൽ ഡെവലപ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ സർട്ടിഫിക്കേഷനെ കുറിച്ച് അതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടി എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഗവൺമെൻറ് മോദിജിയും വന്നതിന് ശേഷം, ഈ പുതിയൊരു സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായത് എല്ലാത്തിലും സ്കില്ലുള്ള നൈപുണ്യമുള്ള ആൾക്കാർക്ക് അതിനൊരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ ഉള്ളൊരു രീതിയിൽ അതിനെ മാറ്റിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു വെൽഡറിന് ഒരിക്കലും തോന്നിക്കാണില്ല. നമ്മൾ ഈ ബ്ലൂ കോളർ വൈറ്റ് കോളർ തമ്മിലുള്ളൊരു താരതമ്യം എപ്പോഴും ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു കഴിവുള്ളതായിട്ട് ആരും അംഗീകരിക്കാത്ത ഒരു സമൂഹത്തിലായിരുന്നു നമ്മൾ. പക്ഷേ ഇപ്പം എന്താണ്, ഇപ്പം വെൽഡിങ്ങിനും ബ്യൂട്ടീഷ്യനും യോഗ ടീച്ചർക്കും എല്ലാവർക്കും ഒരു സ്കില്ലിൽ എത്രത്തോളം പ്രാവീണ്യം ഉണ്ടെന്നുള്ളത് ഒരു ടെസ്റ്റിലൂടെയും പരീക്ഷയിലൂടെയും നമുക്ക് സർട്ടിഫിക്കറ്റിലൂടെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല ലെവൽസ് ഉണ്ട്. ഇപ്പോൾ യോഗയ്ക്ക് ഇപ്പം 6th ലെവൽ വരെ എത്തിയിട്ടുണ്ട് NSDCയുടെ. അപ്പോൾ നമ്മളെ കഴിവ് കൂടും തോറും നമുക്ക് എക്സാംസ് എഴുതി സർട്ടിഫിക്കറ്റ് പുതുക്കിക്കൊണ്ടിരിക്കാം. അതിലൂടെ നമുക്ക് പല സ്ഥാപനങ്ങളും ജോലി കിട്ടാനും, പിന്നെ ഒന്നുമില്ലെങ്കിലും നമ്മൾ മറ്റുള്ളവരെ നമ്മുടെ പ്രാവീണ്യം കാണിക്കാനും നമ്മുടെ സ്റ്റുഡൻസിന് കാണിച്ചു കൊടുക്കാനും അതൊരു വലിയൊരു കാര്യമാണ്. അപ്പം കോൺഫിഡൻസ് ഒരുപാട് കൂടുന്നുണ്ട്. നമ്മുടെ ഈ സർട്ടിഫിക്കേഷനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? അതിനുള്ളൊരു ആപ്ലിക്കേഷൻ രീതികളൊക്കെ ഒന്ന് പറയാമോ? നമ്മുടെ യോഗ ട്രെയിനിങ് സർക്കിൾസിൽ ഗ്രൂപ്പുകളിലൊക്കെ സ്ഥിരം ഇങ്ങനെ പ്രോഗ്രാംസ് ആദ്യമായിട്ട് വിളിക്കുന്ന, ഇപ്പം നമ്മൾ എവിടെയാണോ യോഗ പഠിക്കുന്നത് ആ സ്കൂൾസിലൊക്കെ ഇതിൻ്റെ അറിയിപ്പ് വരും. അപ്പോൾ അങ്ങനെ ഏറ്റവും ടോപ്പ് സ്കൂൾസിൽ ആദ്യം വരും. അപ്പം അവിടെയുള്ള ട്രെയിനേഴ്സ് ചെയ്യും. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു ലീഡ് ട്രെയിനർ ആവാൻ പറ്റി ആദ്യമായിട്ട്. ഇപ്പം NSDCയുടെ RPL എന്നാണ് ഇതിനെ വിളിക്കുന്നത്, റെക്കഗ്നീഷൻ ഓഫ് പ്രയർ ലേണിംഗ്, മുൻപ് പഠിച്ചതിൻ്റെ ഒരു തെളിവ് എന്ന രീതിയിലാണ്. അപ്പം ലെവൽ 6ൻ്റെ ആദ്യത്തെ ബാച്ച് ഇന്ത്യയിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നമ്മളൊരു 40 പേരാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ മറ്റുള്ളവരിലേക്ക് ഇതെത്തിക്കും. നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അവർക്ക് ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ എക്സാംസ് നടത്തും. അതിൻ്റെ ഒരു 6th ലെവലിലാണ് താങ്കൾ എത്തിയിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാട്ടിൻ്റെ സമയമായി. ഏത് പാട്ടായിരിക്കും പറയാം? ഇനി നമുക്ക് പാടുക. അതെ എന്നെ ഒരുപാട് എനർജിയുള്ള ആള്, എനിക്കൊരു ആരോപണം വന്ന സ്ഥിതിക്ക് ഞാൻ വളരെ ഒരു മയത്തിലുള്ള ഒരു മെലഡി പാടാം. ഹിന്ദി ഒരു സോങ് ആവാം. ഞാനും എൻ്റെ വൈഫും ഒരുമിച്ച് പലപ്പോഴും പാടിയിട്ടുള്ള പാട്ടാണ്. എപ്പോഴായാലും പെട്ടെന്ന് മൂളാൻ എനിക്ക് ആഗ്രഹമുള്ളൊരു പാട്ടാണ് ഒരു പൊതുപരിപാടിയിൽ ചോദിച്ചാൽ. മറ്റൊരു കാര്യം, ഇതിൻ്റെ വരികൾ എന്ന് പറഞ്ഞാൽ യോഗയുമായിട്ട് ഒരുപാട് കണക്ഷൻ എനിക്ക് തോന്നാറുണ്ട്. യോഗ ചെയ്യുന്നതിലൂടെ, മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ള കൃതജ്ഞത ഒരുപാട് കൂടും, നമ്മുടെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ടു ലൈഫ്. ഇപ്പം ഈ വരികളും അതുമായിട്ട് കുറച്ച് കണക്റ്റഡ് ആയിട്ട് തോന്നി. आपकी मंजिल हो मैं, मेरी मंजिल आप है, आपकी मंजिल हो मैं, मेरी मंजिल आप है, कह रही है हर नजर बंदा परवर शुक्रिया, हंस के अपनी जिंदगी में कर लिया शामिल मुझे, आपकी नजरों ने समझा। അൻപഡ് എന്ന ചിത്രത്തിന് വേണ്ടി മദൻ മോഹൻ ഈണം നൽകി ലതാ മങ്കേഷ്കർ പാടി അനശ്വരമാക്കിയ പാട്ടാണ്. താങ്കൾ പാടി തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ എന്നെ താങ്കളുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയതിന് നന്ദി. അത് നമുക്ക് ആരുടെ വേണമെങ്കിലും പറയാം. 2 കമിതാക്കൾ തന്നെ ആവണമെന്നില്ല. അത്തരത്തിലും ആ പാട്ടിനെ കേൾക്കാൻ എനിക്കിപ്പോൾ മനസ്സിലായി.
ആ കൗതുകത്തോടു കൂടി എന്തായാലും ആ പാട്ട് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. തീർച്ചയായിട്ടും. ഈ യോഗ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞു, എന്തിനൊരു പ്രൊഫഷൻ ആക്കാം എന്നാലോചിക്കുന്നത് എപ്പോഴാണ്? എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിനർ ആയതിപ്പോൾ 8 വർഷമായി. ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ചെറിയൊരു ശങ്കയുണ്ടായിരുന്നു, ഇതൊരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കണോ അതോ ഒരു പ്രൊഫഷൻ്റെ കൂടെ ഇത് ചെയ്യണോ. പിന്നെ ഫാമിലിക്കും എല്ലാം അതേ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഇത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ, നമ്മൾ ട്രെയിനറായിട്ട് നമ്മൾ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് 100%. അങ്ങനെ തുടങ്ങി. പിന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു 10 വർഷം മുമ്പ് ഒരു യോഗ ട്രെയിനർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നോ ആൾക്കാർ വിചാരിച്ചിരുന്നത് അതിനേക്കാൾ എത്രയോ ഒരു വ്യത്യാസം ഇപ്പോൾ ആ ഒരു പ്രൊഫഷനോട് ആൾക്കാർക്ക് തോന്നി തുടങ്ങി. യോഗ ഡേ വരുമ്പോൾ തന്നെ ഇപ്പം നമുക്ക് ആവശ്യത്തിന് ട്രെയിനേഴ്സ് ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ആ യോഗ ട്രെയിനർക്കുള്ള ഒരു മഹത്വം അല്ലെങ്കിൽ ആ ഒരു വില കൂടുന്നുണ്ട്, പ്രാധാന്യം കൂടുന്നുണ്ട്. പണ്ട് യോഗ ട്രെയിനർ എന്ന് വിളിച്ചിരുന്നത് അങ്ങനെ വിളിക്കാറില്ലേ ഇപ്പോൾ ആൾക്കാർ. പക്ഷേ എന്നാലും നമുക്ക് ഇനിയും അവന്യൂസ് വരാനുണ്ട്. പക്ഷേ ജോബ് സാറ്റിസ്ഫാക്ഷൻ 100% ആണ്. പിന്നെ ഒരു ചലഞ്ചാണ്, ഒരു അഡ്വഞ്ചറാണ്. പിന്നെ ആൾക്കാരിൽ അതുണ്ടാക്കുന്ന ഒരു മാറ്റം കാണുമ്പോൾ ഇതുമായിട്ട് എന്നെ മുന്നോട്ട് നീങ്ങുക, ആയിരക്കണക്കിന് പേരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ കൂടെ പാട്ടും ബാക്കി എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യാന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് പ്രിഫറൻസ് യോഗ ട്രെയിനിങ് തന്നെ. ഈ 8 വർഷത്തിൻ്റെ യോഗ ട്രെയിനിങ്ങിനിടയിൽ ഇന്ത്യൻ ആർമി, നേവി, CRPF തുടങ്ങിയ ഒരുപാട് സായുധ സേനയിലുള്ള ആൾക്കാർ മാത്രമല്ല, ഒരുപാട് കോർപ്പറേറ്റ് ആൾക്കാരെ ജയിലിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ താങ്കൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലായിടത്തും ഉള്ളൊരു എക്സ്പീരിയൻസ് വളരെ വ്യത്യസ്തമാണോ? അത് എങ്ങനെയാണ് കാണുന്നത്? ഇവരെല്ലാവരെയും പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോ പുതിയ അനുഭവങ്ങളാണ് പല രീതിയിൽ. ഇപ്പോൾ ആംഡ് ഫോഴ്സസിൽ പഠിപ്പിക്കുമ്പോൾ ഒരു അനുഭവം അല്ല ജയിലിൽ പഠിപ്പിക്കുമ്പോൾ. സോഫ്റ്റ്വെയർ കമ്പനികളിൽ പഠിപ്പിക്കുമ്പോൾ സെയിം ആയിരിക്കില്ല കോളേജസിൽ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപക്ഷെ കോളേജസിൽ പഠിപ്പിക്കാൻ തന്നെയാണ്. കാര്യം പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആ ഒരു യുവതലമുറ കോളേജ് ഏജിൽ അവർക്ക് ശരിക്കും അറിയില്ല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള സ്ട്രെസ്. അപ്പം കുറച്ച് ദിവസം ഒരു യോഗ പ്രോഗ്രാമിലൂടെ കടന്നു പോകുമ്പം അവരിലുണ്ടാവുന്ന ആ ഒരു മാറ്റം ശരിക്കും ഭയങ്കര ഒരു വ്യത്യാസമാണ്. അപ്പം നമ്മൾ ഒരുപാട് പഠിക്കും. ഇപ്പം യോഗ എന്ന് പറഞ്ഞാൽ പോസ്ചേഴ്സും പ്രാണായാമങ്ങൾ മാത്രമല്ല, ജ്ഞാന യോഗ അതും നമ്മൾ അവരുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് ലൈഫിനെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കാൻ സഹായിക്കുന്ന കുറേ ജ്ഞാനശകലങ്ങൾ നമ്മളൊരു 4 തവണ പറയുമ്പോൾ നമ്മളും അത് പ്രാക്ടീസ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലൊരു കുറ്റബോധമാണ്. എനിക്ക് ഏറ്റവും വലിയ വ്യത്യാസം ഉണ്ടായത്, ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങുമ്പോൾ ഞാൻ യോഗിയാവുന്നതിലേക്ക് ഒരു സ്റ്റെപ്പും കൂടി മുന്നോട്ട് നീങ്ങുവാണ് ഓരോ ദിവസവും. പെർഫെക്റ്റ് അല്ല, പക്ഷേ അതിലേക്ക് ഇങ്ങനെ അടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലിയ വ്യത്യാസം എനിക്കുണ്ടായത് ടീച്ചർ ആയതിനു ശേഷമാണ്. നമ്മൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം നമ്മളും അതിനോടൊപ്പം ഒരു അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമ്മൾ അഡ്വാൻസ് ചെയ്യുന്നു. ഭയങ്കര. ആൻഡ് ശരീരത്തിന് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. പലരും എൻ്റെ അടുത്ത് യോഗ പ്രൊഫഷൻ ആക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു യുവത്വം നിലനിർത്താൻ പറ്റും, നമുക്ക് ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റും. അങ്ങനെ കുറച്ച് ജോലികളെ ഉണ്ടാവുള്ളൂ. നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ അതേ കാര്യം നമുക്ക് തന്നെ ബെനിഫിഷ്യലായിട്ട് മാറുന്നു, ബോഡിക്കും മൈൻഡിനും. അതെ. ഇപ്പോൾ ട്രെയിനിങ്ങിൻ്റെ മറ്റൊരു ചാപ്റ്ററിൽ ഇപ്പോൾ രാജ്ഭവനിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്, നിയമസഭയിൽ ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു അവിടുത്തെ ട്രെയിനിങ്ങുകളൊക്കെ? യെസ്, അതും ഇതുപോലെ യോഗ ഡേ കാരണം വന്ന 2 ഭാഗ്യങ്ങളാണ്. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സാറിൻ്റെ സമയത്ത് അവിടെ പോയി അദ്ദേഹത്തിനെയും അദ്ദേഹത്തിൻ്റെ മറ്റ് ഓഫീസേഴ്സിനെയും എല്ലാം ടീമിനെയും എനിക്ക് യോഗ ഒരു സെഷനിലൂടെ നയിക്കാൻ അവസരം കിട്ടി. അപ്പോൾ അദ്ദേഹം ഒരു ഹ്യൂമിലിറ്റിയുടെ ഒരു ഉത്തമ നിദർശനം തന്നെയായിരുന്നു. ഞാൻ കുറച്ചൊരു ഇതോടെയാണ് പോയത്, എങ്ങനെയായിരിക്കും ഇത്രയും വലിയൊരു പ്രായത്തിലും ജ്ഞാനത്തിലും എന്നെക്കാൾ വലിയൊരു വ്യക്തി. അപ്പം അദ്ദേഹം ഒരു കൈകൂപ്പിക്കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അപ്പോൾ പിന്നെ എല്ലാം പിന്നെ അവിടെ തൊട്ട് വളരെ എളുപ്പമായി. നമ്മളൊരു യോഗ ട്രെയിനറിൻ്റെ ആ ഒരു വ്യാസപീഠം എന്ന് നമ്മൾ വിളിക്കും, അതിലേക്ക് അങ്ങിരുന്നു. പിന്നെ അദ്ദേഹം വളരെ ഒരു ചെറിയ കുട്ടിയെ പോലെ എല്ലാം ഒരു ഉത്സുകതയോടെ കണ്ട് ചെയ്തു. അതുപോലെ തന്നെ നിയമസഭയിൽ എനിക്ക് ആക്ച്വലി അവിടെ ഒരു മ്യൂസിക് ആൻഡ് യോഗ ക്ലബ്ബ് ഇനോഗ്രേറ്റ് ചെയ്യാനാണ് എന്നെ ആദ്യം വിളിച്ചത്. അപ്പോൾ അവരവിടെ ഒരു എംപ്ലോയീസിൻ്റെ ഒരു ക്ലബ്ബ് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി എന്നെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ നോക്കുമ്പോൾ യോഗ പഠിപ്പിക്കുന്ന ഒരാൾ, പാട്ടും പാടുന്ന ഒരാൾ, ഇത് രണ്ടും ചേർന്ന ഒരു ക്ലബ്ബാണ് അവരവിടെ ഉണ്ടാക്കിയത്. അതിന് പറ്റിയ ഒരാളാണല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഉദ്ഘാടനം ചെയ്യാൻ പോയി. പിന്നെ അവിടെ ടൂറും ഒക്കെ കണ്ട് അങ്ങനെ ഒരു അവസരം അവിടെ കിട്ടി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് അടുത്തൊരു ആഗ്രഹമുള്ളത്, എനിക്ക് ആ അങ്കണത്തിൽ ഉള്ള MLAസിന് കൂടി എന്തെങ്കിലും ഒരു സെഷൻ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് മനസ്സിലൊരു സങ്കല്പമായിട്ടുണ്ട്. എപ്പോഴെങ്കിലും നടക്കും അത്. അതെ, തീർച്ചയായും അത് മുന്നോട്ട് നടക്കട്ടെ. കാരണം 1ാമത്തെ യോഗദിനം തുടങ്ങുന്നിടത്തുനിന്ന് ഈ 11ാമത്തെ യോഗദിനത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു വ്യത്യാസം ഉണ്ടായ താങ്കൾ തന്നെ സൂചിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ താങ്കളുടെ യോഗ സെഷൻസിനെല്ലാം താങ്കൾ ഒരു ഹാപ്പിനെസ്സുമായിട്ട് എപ്പോഴും ബന്ധിപ്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഈ ആനന്ദം എന്നുള്ളൊരു അവസ്ഥ, അതും യോഗയുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? യോഗയിൽ പല വിശേഷണങ്ങളുണ്ട്. അതിലൊരെണ്ണം യോഗ ചിത്തവൃത്തി നിരോധ എന്നാണ് പതഞ്ജലി യോഗസൂത്രങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതായത് മനസ്സിന്റെ ആ ചാഞ്ചാട്ടങ്ങളെല്ലാം നിർത്തുക എന്നുള്ളതാണ് യോഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേന്മ. വെയിറ്റ് കുറയുക അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി കൂടുക ഒക്കെ അതിന്റെ സൈഡ് എഫക്ട്സ് ആണ്. പക്ഷേ മനസ്സിന്റെ ഈ ചാഞ്ചാട്ടം നിർത്തി മനസ്സിനെ ഈ നിമിഷത്തിൽ കൊണ്ടുവരിക, അതാണ് നമ്പർ 1 എഫക്ട്. ഈ നിമിഷത്തിൽ നമുക്ക് സന്തോഷമാണ് നമ്മുടെ അവസ്ഥ. നമ്മുടെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ട് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ വിഷമവും ആങ്സൈറ്റിയും ദേഷ്യവും എല്ലാം വരുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിലുള്ള ആനന്ദത്തെ കണ്ടെത്താനും എല്ലാവരുടെ ഉള്ളിൽ അതുണ്ട്. പക്ഷേ അതിങ്ങനെ പല മാറാലുകൾ വന്നിട്ട് അങ്ങ് മൂടി കിടക്കുവാണ്. അപ്പോൾ ആ മാറാലുകൾ നീക്കുമ്പോൾ ഉള്ളിലുള്ള ഒരു ആനന്ദം പുറത്ത് വളരെ എളുപ്പം തിളങ്ങും.
അപ്പോൾ അത് തന്നെയാണ് യോഗയുടെ നമ്പർ 1 ലക്ഷ്യം. താങ്കൾ കൂടുതലും ആ ആനന്ദത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും സന്തോഷ എന്ന് വിളിക്കും യോഗയിൽ. അത് പ്രാക്ടീസ് ചെയ്യണം എന്നാണ് പതഞ്ജലി പറയുന്നത്. നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കണം. പണ്ടേ പറഞ്ഞിട്ടുണ്ട് അത് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അടുത്തൊരു പാട്ട് കൂടിയായാലോ? തീർച്ചയായിട്ടും പറയാം. ഇനിയൊരു മലയാളം മെലഡിയിലേക്ക് പോയാലോ? എനിക്ക് സുജാത ചേച്ചിയായിട്ട് 1-2 ഷോസിൽ വളരെ അടുത്ത് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ശ്വേതയുടെ കൂടെ പാടാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രത്യേകിച്ച് എനിക്കൊരു സോഫ്റ്റ് കോർണറുണ്ട് സുജാത ചേച്ചിയുടെ പാട്ടുകളോട്. അപ്പം അങ്ങനെ വരികളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. അറിയാതെ ഞാൻ എൻ്റെ പ്രണയത്തെ വീണ്ടുമെൻ നെഞ്ചോടൊതുക്കി കിടന്നിരുന്നു. കാലൊച്ചയില്ലാതെ വന്നു നീ മെല്ലെയിൻ കവിളോടൊരുമ്മി കിതച്ചിരുന്നു. പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന പാതിയും ചിമ്മാത്ത മിഴികളിൽ നനവാർന്ന ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. ചുണ്ടിനാൽ ചുംബിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ലോലഭാവം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. നേരത്തെ സൂചിപ്പിച്ച പോലെ സുജാത പാടിയതാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഈ യോഗ ഇപ്പോൾ പല മേഖലകളിലും ആയിട്ട് പ്രത്യേകം ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. താങ്കളും യോഗ അറ്റ് വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ ഒരുപാട് കോർപ്പറേറ്റ്സ് യോഗയിലേക്ക് കടന്നിട്ടുണ്ട്. പറയപ്പെടുന്ന 20% യുവ യുവതലമുറ ഡിപ്രഷനിലേക്ക് പോയി ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴും നമ്മുടെ കോർപ്പറേറ്റ് സ്പേസസിൽ കാണാനുണ്ട്, HR മാനേജേഴ്സിനൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം നമ്മളെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് അവർ സെഷൻസ് ചോദിക്കുകയാണ്. അപ്പോൾ റെഗുലറായിട്ട് ഇപ്പോൾ ഒരുപാട് വലിയ മൾട്ടിനാഷണൽ കമ്പനീസിൽ ഞാൻ സെഷൻസ് എടുക്കുന്നുണ്ട്. ഈ യോഗ ഡേയുടെ അന്നും ഏകദേശം എല്ലാ യോഗ ട്രെയിനേഴ്സും ഇതുപോലെ ബിസി ആയിരിക്കും. ഇപ്പം ടെക്നോപാർക്കിലൊക്കെ പല കമ്പനീസിലും സ്ഥിരമായിട്ട് എടുക്കുന്നുണ്ട് നമ്മൾ. ഈ വർക്ക് പ്രഷർ അലിവിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റുമായിരിക്കും? തീർച്ചയായിട്ടും വളരെ സിമ്പിളായിട്ട് എനിക്കിപ്പോൾ ഈ മാധ്യമത്തിലൂടെ പറയാൻ പറ്റുന്ന ഒന്ന്, ഒരുപാട് പേർക്ക് ഇപ്പോൾ ഡെസ്ക് ബേസ്ഡ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പം നിങ്ങളടക്കം നമ്മൾ ഇരിക്കുന്ന പോസ്ചർ പലപ്പോഴും കറക്റ്റ് അല്ല. അപ്പം നമ്മൾ നട്ടല് നിവർത്തിയിരിക്കാൻ ന്യൂട്രൽ സ്പൈൻ എന്ന് പറഞ്ഞൊരു, അപ്പോൾ അതാണ് ആദ്യം ഞാൻ പലർക്കും പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ശ്രോതാക്കൾക്കും അതൊക്കെ ഒന്ന് വായിച്ച് അറിയാം. അപ്പോൾ ന്യൂട്രൽ സ്പൈൻ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രത്യേകിച്ച് 7-8 മണിക്കൂർ ഒരു ചെയറിലിരുന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുക. പിന്നെ ചെയർ യോഗ വളരെ എഫക്റ്റീവാണ്. അപ്പം ഞാൻ എല്ലാ സോഫ്റ്റ്വെയർ കമ്പനീസിലൊക്കെ പോകുമ്പോഴും ഞാൻ അത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ചെയർ യോഗ പല രീതിയിൽ പഠിക്കാം നമുക്ക്, ഓൺലൈനിലൂടെയും ഒരു ടീച്ചറിലൂടെയും. പിന്നെ പ്രാണായാംസ്, ഇരുന്നുകൊണ്ട് പല പ്രാണായാംസ് ചെയ്യാം. അപ്പോൾ ഒരു 5 മിനിറ്റ്സ് നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ചെയറിലിരുന്നിട്ട് നമ്മുടെ ഓഫീസിലിരുന്ന് നമുക്കൊന്ന് കാം ആവാനായിട്ട് ടൈം എടുക്കാമെങ്കിൽ നമ്മുടെ ഒരുപാട് സ്ട്രെസ്സ് നമുക്ക് പുറത്ത് കളയാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നട്ടെല്ലിലൊന്ന് നിവർത്തി പല രീതിയിലൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ലെവലിലുള്ള സ്ട്രെസ്സും കുറയ്ക്കാം. അപ്പോൾ എല്ലാവരും ഒരു 5 to 10 മിനിറ്റ്സ്, പലരും വിചാരിക്കും ഒരു എൻ്റെ സമയമില്ല എന്ന്. അത്രയും സമയമൊന്നും വേണ്ട. ആക്ച്വലി ഒരു 10 മിനിറ്റ്സ്, 5 to 10 മിനിറ്റ്സ് ശ്വാസത്തിനും മനസ്സ് ഒന്ന് ശാന്തമാക്കാനും സമയം എടുക്കുക. അതുപോലെ തന്നെ ഈ യോഗയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും ഏതെങ്കിലും ഒരു സമയം കൃത്യമായി മാറ്റിവെക്കണം എന്നൊക്കെയുള്ള ചില ധാരണകളാണ്. അതൊക്കെ ശരിയാണോ? യോഗയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും സമയം മാറ്റിവെക്കണം എന്നുള്ളത് അത്യാവശ്യമാണ്. വീണ്ടും ഞാൻ പതഞ്ജലി യോഗസൂത്രത്തിലേക്ക് പോവാണ്. സതു ദീർഘകാല നൈരന്തര്യ സത്കാര സേവിതോ ദൃഢഭൂമി എന്നൊരു ചൊല്ലുണ്ട്. അതായത് 3 ക്വാളിറ്റീസ് നമ്മളൊരു പ്രാക്ടീസിൽ നമ്മൾ നേടണം. അതിപ്പം യോഗയിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ എന്തിലും നമ്മൾ സക്സസ്ഫുൾ ആവാനും ഇത് 3 ഫോളോ ചെയ്യണം. ഒന്ന്, ദീർഘകാലം നമ്മൾ ചെയ്യണം. ഒരാഴ്ച ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്കപ്പോൾ ഒരു വ്യത്യാസം തോന്നും, പക്ഷേ അത് പോരാ. ശരീരത്തിൽ മനസ്സിൽ ഒരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ 45 ദിവസം, ഒരു 3 മാസം ഒക്കെ നമ്മൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നൈരന്തര്യ, നിരന്തരമായിട്ട്. ഇന്നൊരു 1 മണിക്കൂർ ചെയ്തിട്ട് പിന്നെ 5 ദിവസം ലീവ് എടുത്തിട്ട് വീണ്ടും ഒരു ഞായറാഴ്ച പോയി 1 മണിക്കൂർ ചെയ്യേണ്ട ആവശ്യമില്ല യോഗ. അങ്ങനെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അങ്ങനെ ചെയ്തുകൊണ്ട് എഫക്റ്റ് വരില്ല. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ചെയ്യൂ. പിന്നെ സത്കാര സേവിതോ, അതായത് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിട്ട്, അല്ലാതെ ആർക്കോ വേണ്ടി ചെയ്യുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കുറവായിരിക്കും. പക്ഷേ നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്ന പോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാറ്റം നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. നാളെ അന്തർദേശീയ യോഗ ദിനമാണ്. താങ്കൾ ഒരുപാട് തിരക്കുകൾ ആകുന്ന ഒരു ദിവസമാണ്. നാളെ എവിടെയൊക്കെയാണ് താങ്കളുടെ നേതൃത്വത്തിൽ യോഗ നടക്കുന്നത്? നാളെ മാത്രമല്ല, ഈ ഒരു ആഴ്ച മുഴുവനും, പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ആഴ്ചയും. അപ്പോൾ പല സ്ഥാപനങ്ങളും ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ടാണ് യോഗ ഡേ പ്രോഗ്രാംസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ എൻ്റെ സ്വപ്നം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ആണ് നാളെ നടക്കാൻ പോകുന്നത്. യോഗത്തോൺ എന്ന് പറഞ്ഞ് പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ മാരത്തോണുകൾ കുറേ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ ഒരു യോഗത്തോൺ നടന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ യോഗത്തോൺ നമ്മൾ നടത്താൻ പോവാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അപ്പോൾ ഒരു 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണേ. ഇന്ത്യൻ യോഗ അസോസിയേഷൻ പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ജോയിൻ ചെയ്യുവാണ്. പിന്നെ എല്ലാ സ്കൂളുകളിൽ നിന്നും
പിന്നെ മിലിറ്ററി, പാരാമിലിറ്ററി ഫോഴ്സസ്, പിന്നെ സോഫ്റ്റ്വെയർ കമ്പനീസ്, ഇവിടെ നിന്നെല്ലാം വരികയാണ്. പിന്നെ അല്ലാതെ ഞാൻ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റിൽ ഒരു യോഗ ട്രെയിനർ കൂടിയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ IHM-ഉം മിനിസ്ട്രിയും എല്ലാം ചേർന്നിട്ട് ഒരു പ്രോഗ്രാം ട്രിവാൻഡ്രത്ത് നടത്തും. പിന്നെ അല്ലാതെ കുറേ പ്രൈവറ്റ് കമ്പനീസ്, സ്കൂൾസ്, ഇവിടെ എല്ലാം. അപ്പം എൻ്റെ ഒരു വാശി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 11 മണിക്ക് തളർന്ന് വന്ന് വീഴണം എന്നുള്ളതാണ് യോഗയുടെ നിന്ന്. ഒരു 8 പ്രോഗ്രാംസ് മിനിമം ഉണ്ടാവും എല്ലാ വർഷവും. അപ്പോൾ അത്രയും ഒരു വാശിയായിട്ട് ഞാൻ ഓടി നടന്ന് പ്രോഗ്രാംസ് ചെയ്യാണ്. കാര്യം അന്ന് എല്ലാവർക്കും ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. കാര്യം ഈ താല്പര്യം പോയി കഴിയും ചിലപ്പോൾ. അപ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് മോദിജിയോട് ഒരുപാട് ആരാധനയുള്ളത്. കാര്യം ആൾക്കാരിൽ ആ യോഗയോടുള്ളൊരു താല്പര്യം ജനിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. നമുക്ക് അടുത്ത അവസാനത്തെ പാട്ടിലേക്ക് എത്താനുള്ള സമയമായി. ഏത് പാട്ടായിരിക്കും? ഏതു കരിരാവിലും. ഇപ്പോൾ ഒരു ന്യൂ ജനറേഷൻ, അത്ര ന്യൂ അല്ല എന്നാലും പൊതുവെ ആ ന്യൂ ജനറേഷൻ മലയാളം സിനിമയിലെ മലയാളം സംഗീതത്തിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഈ പാട്ട്. അപ്പോൾ ഇതും ഞാൻ പലപ്പോഴും സെഷൻസ് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ഇത് പാടാറുണ്ട്. കാര്യം ഇതും യോഗയായിട്ട് കണക്റ്റഡ് ആണ്. ഇതിൻ്റെ വരികൾ ശ്രദ്ധിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലായേക്കും. കനവിലെ പുതുമന്ദാരമായി വിടരു നീ, ഉണരുവാൻ കൊതി തോന്നുന്നൊരിൻ പുലരിയിൽ അങ്ങെങ്ങോ നിൻ പൊൻപീലി മിന്നുന്നുവോ, അതിലൊന്നെൻ്റെ നെഞ്ചോരമെയ്യുന്നുവോ, ഉണർന്നു ഞാൻ ഏതു കരിരാവിലും ഒരു ചെറു കസവിഴ തുന്നും കിരണമേ, ഈ ഹൃദയവാതിലിൻ പഴുതിലു മുഴുകി വരൂ. ഏത് കരിരാവിലും കസവിന് ഇഴത്തുന്ന കിരണത്തിനെ കുറിച്ചിട്ടാണ്. അത് തീർച്ചയായും യോഗദിനത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓർക്കേണ്ട അല്ലെങ്കിൽ പ്രകാശം തരുന്നത്. അതാണ് യോഗ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആയി മാറുന്നത്. നമ്മൾ വളരെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ കണ്ടെത്തുന്ന ഒരു കാര്യമാണ് യോഗ പലപ്പോഴും. റഫീഖ് അഹമ്മദിൻ്റെതാണ് വരികൾ, ഗോപിചന്ദ്രൻ്റെ സംഗീതം, ഹരിചരൺ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം. ഈ പാട്ടൊക്കെ ആയിട്ട് പല പല രാജ്യങ്ങളിൽ പോയിട്ട് 10-16 രാജ്യങ്ങളെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. യോഗയുമായിട്ട് എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്? യോഗ ഒരു 3-4 രാജ്യങ്ങളെ ആയിട്ടുള്ളൂ ഇതുവരെ. ചിലപ്പോൾ പാട്ട് പാടാനായിട്ട് പോയ രാജ്യത്ത് ഞാൻ യോഗ പഠിപ്പിച്ച ഓർമ്മയുണ്ട്. റഷ്യയിൽ ഒരിക്കൽ പോയപ്പോൾ അവിടെയുള്ള നമ്മുടെ യോഗ നെറ്റ്വർക്ക് വഴി ഇവിടെയാണ് സെന്റർ എന്നൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയി. അപ്പോൾ യോഗയും പാട്ടും ഒരുമിക്കുന്ന വേറൊരു സ്ഥലമുണ്ട്. അതാണ് സത്സംഗം എന്ന് പറയുന്നത്, ഭക്തി യോഗ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാടുക, ഒരേ മനസ്സോടെ പാടുക. അപ്പം യോഗയുടെ പല പാതകളിൽ ഒന്നാണ് ഭക്തി യോഗ. അപ്പോൾ അവിടെ പാട്ടും സംഗീതവും ഒക്കെയാണ് കുറച്ചും കൂടി പ്രാധാന്യം. ഒരേ മനസ്സിൽ ഒരേ ഒരു ശബ്ദത്തോടെ ഒരുമിച്ച് പാടുമ്പോൾ വരുന്ന ഒരു സ്ട്രെസ് മാനേജ്മെന്റ്, അവിടെയാണ് ഭക്തി യോഗ. അപ്പോൾ അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ 2-3 ചെയ്തിട്ടുണ്ട്. പിന്നെ നൈജീരിയയിൽ ഞാനിപ്പോൾ ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങോട്ട് പോകാനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല കോവിഡിന്റെ സമയമായപ്പോൾ. പിന്നെ എൻ്റെ പാർട്ടിസിപ്പൻസ് എല്ലാം ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമാണ്. ഓൺലൈനിൽ ഒരുപാട് ക്ലാസ് നടക്കുന്നുണ്ട്. ഒരു ഇന്റർനാഷണൽ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം ഈ യോഗയും പാട്ടും തമ്മിൽ ചേർക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അതിനകത്ത് നാടൻ പാട്ടുകളും താങ്കൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ചെക്കയിലടിക്ക് മുമ്പേക്ക് പാടി കേട്ടിട്ടുണ്ട്. അത്രയും എനർജി ഉള്ളൊരു സ്ഥലവും യോഗയെ പോലെ ശാന്തമായ സ്ഥലവും തമ്മിൽ എങ്ങനെ ചേരുമെന്ന് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ തോന്നാം. അതൊക്കെ എങ്ങനെയാണ് ആ ചിന്ത വരുന്നത്? അങ്ങനെ നമുക്ക് ആ വ്യത്യാസം ചിലപ്പോൾ തോന്നും. നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഭയങ്കര കലുഷിതമായിട്ടുള്ളൊരു സംഗീതം ഉള്ളിടത്ത് എത്തുമ്പം നമുക്ക് ഭയങ്കര ഒരു ജാറിങ് ആയിട്ട് ആദ്യമൊക്കെ എനിക്ക് തോന്നുമായിരുന്നു. ഇപ്പം പിന്നെ രണ്ടും ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോവാണ്. ചിലപ്പോൾ അത് ആവശ്യമാണ്. പണ്ട് കേൾക്കുന്ന പോലെയല്ല പാട്ട് കേട്ടിരുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി വളരെ സെൻസിറ്റീവായി എൻ്റെ ഹിയറിംഗ് ഒക്കെ. പക്ഷേ എന്നാലും എല്ലാം കേൾക്കാറുണ്ട്. പിന്നെ രണ്ടും വേണമെന്നാണ്. കുറച്ച് ഡൈനാമിസവും വേണം, അതേസമയം കുറച്ച് ശാന്തതയും വേണം. രണ്ടും കൂടി ആകുമ്പോഴാണല്ലോ ജീവിതം ആഘോഷമാവുന്നത്. എല്ലാം ഇതിൻ്റെ ഒരു യോഗം കൂടിയാണല്ലോ യോഗ എന്ന് പറയുന്നത്. ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. യോഗദിനത്തിൻ്റെ സന്ദേശവും ഒപ്പം ഈ എപ്പിസോഡിലൂടെ ഞങ്ങൾക്ക് പകരാൻ കഴിഞ്ഞതും കൂടുതൽ ചാരിതാർത്ഥ്യവുമുണ്ട്. താങ്കൾ അതിഥിയായി ലഭിച്ചതിൽ സന്തോഷം, സംസാരിക്കാൻ കഴിഞ്ഞതിലും നന്ദി. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഞാൻ ഒരു അവസാനത്തെ ഒരു കണക്ഷൻ കൂടി ഇവിടെ ഉണ്ടാക്കുകയാണ്. ആകാശവാണി എന്ന് പറഞ്ഞാൽ ആ വാക്കും എനിക്ക് യോഗയായിട്ട് ഒരുപാട് കണക്ഷൻ തോന്നി. ആകാശം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഇടമാണ് പഞ്ചഭൂതങ്ങളിൽ. യോഗയിൽ മെഡിറ്റേഷനിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ ആകാശ തത്വവുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അപ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞാൽ ശരിക്കും മെഡിറ്റേഷൻ്റെ വേറൊരു പേരായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം. അപ്പോൾ വീണ്ടും ഒരു കണക്ഷൻ വന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഈ അവസരം തന്നതിൽ. അപ്പോൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും ഒരു അന്താരാഷ്ട്ര സംഗീത ദിനവും യോഗാ ദിനത്തിൻ്റെ ആശംസകൾ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. ഗായകനും യോഗ പരിശീലകനുമായ ആനന്ദ് നാരായൺ അതിഥിയായി പങ്കെടുത്ത ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. നിർവഹണം മനീഷ് MP. നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.